ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ ഗെയിമർജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ചെറിയൊരു മാറ്റി വരുത്തിയാണ് മൂവീസിനെ കുറിച്ച് ഇടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവർ തന്നെ മൂവീസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ചിലപ്പോൾ ഈ ചാനലിൽ ഇനി മൂവീസ് ആഡ് ചെയ്യേണ്ട, ഗെയിംസ് മാത്രം മതി അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ മാറ്റും. അപ്പോൾ എൻ്റെ ആദ്യത്തെ മൂവി റിവ്യൂ ആണ്. റിവ്യൂ എന്ന് വെച്ചാൽ റിവ്യൂ ആണ്. നാളെ സിനിമ റിലീസാവണേ. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു അതായത് പ്രതീക്ഷ കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷ എനിക്ക് ഒട്ടുമില്ല. വിജയുടെ സിനിമയിൽ എനിക്ക് ലിയോയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായ സിനിമ. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലിയോ. പിന്നെ ഈ ഒരു സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വിജയുടെ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ വാരിസനെക്കാളും എനിക്ക് എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വാരിസ് ഞാൻ ട്രെയിലർ വരെ കണ്ടത് ഞാൻ വൈകിയാണ് കണ്ടത്. കാരണം എനിക്ക് ഒട്ടും താല്പര്യ സാധനമാണ് വിജയുടെ വാരിസ്. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് വെങ്കു പ്രഭു കാരണം പ്രതീക്ഷയുണ്ട് നല്ലോണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമ നാളെ എന്തായാലും ഞാൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നാളെ കണ്ടറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറും പോസ്റ്ററും സോങ്സും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോ ഹൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്തുകൊണ്ടോ ഈ സിനിമ അത് വേറൊന്നുമല്ല, വിജയമായതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഹൈപ്പ് പെട്ടെന്ന് വീണ്ടും പിടിച്ച് കയറിയത്. അത് ട്രെയിലർ വന്നിട്ടാണ് തോന്നുന്നത് മിക്കവാർക്കും. കാരണം ട്രെയിലർ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടത്തിന് പിന്നെ ഹൈപ്പ് കയറാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പം നല്ല ഹൈപ്പിൽ നിൽക്കുന്നുണ്ട് ഈ സിനിമ. അതുപോലെ നാളെ കണ്ടറിയാം. കാരണം ബീസ്റ്റിൻ്റെ പോലെ തന്നെയാണ് ഈ ഒരു സിനിമ നിൽക്കണത്. ബീസ്റ്റ് പോസ്റ്റർ തൊട്ട് മൊത്തം ഹൈപ്പുള്ളതായിരുന്നു. ഇത് പോസ്റ്റർ തൊട്ടൊന്നും ഹൈപ്പുണ്ടില്ല. ഫസ്റ്റ് ലുക്ക് തൊട്ട് എനിക്ക് ഇതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ ഈ ബാക്കിലാണ് പോസ്റ്റർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. പിന്നെ ഈ സിനിമയിലെ പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പാട്ടിൻ്റെ കാര്യം പറയണ്ട, ഒരെണ്ണം പോലും നല്ലതില്ല. തലയ്ക്ക് പ്രാന്താവുന്ന പാട്ടാണ്. അതിപ്പോൾ വെങ്കു പ്രഭുവിൻ്റെ എല്ലാ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആകെ അറിയാം എല്ലാം അലമ്പ് സോങ്ങാണ്. മാസിലാകെ എനിക്ക് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പിന്നെയും നല്ലതാണ്. അത് പാട്ടൊക്കെ അല്ല, ഒന്ന് രണ്ട് പാട്ടുകളും അതുപോലെയൊക്കെ പാട്ടുകളൊക്കെ ഈ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലത്തെ പാട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം മാസത്തിലത്തെ പാട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്ററാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സിനിമ അറിയാലോ, സിനിമ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് സൂര്യ, വിക്രം, ധനുഷ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ അന്ന് വിജയന് ഇഷ്ടമല്ല എന്നല്ല, വിജയുടെ സിനിമകളും ഒക്കെ പോയി കാണാറുണ്ട്. വിജയുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ ഒരു വിക്രം, സൂര്യ, ധനുഷ് ഈ ഒരു ഏരിയയാണ് ഇത്തിരി കൂടി കൂടുതൽ ഇഷ്ടം. അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ സിനിമ കണ്ടിട്ട് എന്താ അഭിപ്രായം അത് നമ്മൾ എന്തായാലും പറയും. ഇപ്പോൾ വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ അതായത് വിജയുടെ ആ ചെറുപ്പകാലം മേക്കത് പോലും എനിക്കിഷ്ടമല്ല. അത് ട്രെയിലറിൽ എനിക്ക് കണ്ടപ്പോൾ കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞൊരു പാട്ട്. അതിനകത്ത് ലുക്ക് ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ആ ഒരു പാട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ പാട്ട് ഞാൻ ബെറ്റർ ആയിരിക്കുന്നു തുടക്കത്തിൽ. പിന്നെ അവിടെ നിന്ന് മൊത്തം ഒരുമാതിരി വാത്തിക്കമ്മി എന്ന സോങ്ങിൽ പോലെ ഒരു കോപ്പിടി പോലെ. അതുപോലെ തന്നെ വിജയുടെ എല്ലാ പടത്തിലെയും സാധനങ്ങൾ എടുത്തിട്ടിട്ട് ഞാൻ വിചാരിക്കുകയാണ് പുള്ളിയുടെ ലാസ്റ്റ് പടം എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എന്തിനാ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കുത്തിരികി വെക്കണമെന്ന്. കാരണം പുള്ളിക്ക് വേറെ സ്റ്റൈൽ കൊണ്ടുപോയി നിർത്തി കൊടുക്കുന്നത്. അതായത് പുള്ളിയുടെ പുതിയ സ്റ്റൈൽ കൊണ്ടുവന്ന് അതിന് സെറ്റപ്പാക്കി കൊണ്ടുവന്ന് അവിടെ നിൽക്കണേ. ഈ ഒരേ സ്റ്റൈലുകൾ കൊള്ളുമ്പോൾ ഇപ്പോൾ ഫാൻസിന് കൈയടിക്കാൻ തോന്നും, നമുക്ക് കാണുമ്പോൾ ഒരു സുഖം തോന്നിക്കില്ല. ഈ ഒരു സിനിമയിൽ മൊത്തം അങ്ങനെ ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പഴയൊരു ഇത് മൊത്തം ഒരു പുതിയൊരു സ്റ്റൈൽ കൂടിയും കിട്ടിയാൽ ഇപ്പോൾ കത്തി കാണുമ്പോൾ കത്തി, അതുപോലെ തന്നെ തെറി, അതിലൊക്കെ ഓരോ സ്റ്റൈൽ കിട്ടി പോയില്ലേ. വിജയുടെ തെറിയൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് സൂര്യയോട് കൂടുതൽ ഇത്തിരി കൂടി ഇഷ്ടം. വിജയുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട്. പക്ഷേ തെറി സിനിമ തിയേറ്ററിൽ പോയി കൂവാൻ അലമ്പാണെങ്കിൽ ഉറപ്പായിട്ട് പോയി കൂവാന്ന് വെച്ചിരുന്നു. ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് കണ്ട് പോയേ. അപ്പോൾ കൂവാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. പക്ഷേ പോയിട്ട് ഞാൻ കൈയടിക്കാൻ ചെയ്തത്. കാരണം അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു സിനിമ ഞാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടാണ്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ട് കിട്ടുമ്പോൾ ഒരു കിടിലൻ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കി. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കൽക്കി സിനിമ ഞാൻ കാണാൻ പോയി. ഞാൻ റിവ്യൂ ഇടാനാണ് പോയത്. പക്ഷേ അന്നെങ്കിൽ ഞാൻ റിവ്യൂ ഇടാനും പറ്റിയില്ല. ഞാനപ്പോൾ എന്തായാലും റിവ്യൂ ഇടണ്ടേ, പോയി കണ്ടേക്കാം
എങ്ങനെ ഉണ്ടാവും എന്തോ. അല്ല ഞാൻ എനിക്ക് റിവ്യൂ ഒന്നും നോക്കിയില്ല. രണ്ടാമത്തെ ദിവസം കണ്ടേ ഞാൻ പോയത്. ഞാൻ റിവ്യൂ ഒന്നും നോക്കാൻ പോയില്ല, കാരണം എനിക്ക് പ്രതീക്ഷയായി. ഇപ്പോൾ സ്റ്റോറിയിലേ എനിക്ക് ഡൗട്ട് ലാഗ് ഉണ്ടാവും ഒക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ അവിടെ കുറച്ച് നിന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഫസ്റ്റാത്തൊക്കെ ഭാഗം കണ്ടപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഈ ഒരു സിനിമ എത്ര അടിപൊളിയായാലും ബാഹുബലി റേഞ്ച് പോലും എത്തില്ല എന്ന്. കൽക്കി പറഞ്ഞപ്പോൾ കൽക്കിലേക്ക് വെള്ളമാണ്. ഇപ്പം ഞാൻ പറയാവുന്നത് അത് ഞാൻ പറഞ്ഞത് അതുപോലെ ആവണം ഇതെന്ന്. അതായത് ഒരു പ്രതീക്ഷയിലാണ്ട് പോയിട്ട് കിടിലൻ പടമായിരിക്കണം ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടർ, വിജയ് മാത്രമല്ല, ഇപ്പോൾ പ്രഭുദേവ ആ സൈഡിലൊക്കെ എല്ലാവരും ആർക്കായാലും കിട്ടണ ക്യാരക്ടർ കിടിലനായിക്കണം. എന്നാലാണ് ഒരു ഇതുകൂടി ഉണ്ടാവുള്ളൂ. വിജയനെ മാത്രം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാന്ന് തോന്നണേ കണ്ടിട്ട്. എന്നാൽ ട്രെയിലറും കണ്ടിട്ടും തോന്നണില്ല. എന്തായാലും നാളെ ഈ സിനിമ ഇറങ്ങും. അപ്പോൾ നാളെ എന്തായാലും ഇതിൻ്റെ റിവ്യൂവും പറയും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.